Dear students, welcome back to Physics Classroom. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ടേമുകളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ മോഷനുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് സ്പീഡ് അഥവാ വേഗത എന്നത്. വാഹനങ്ങളുടെ അമിത വേഗതയും കാറ്റിൻ്റെയും ജലമൊഴുക്കിൻ്റെയും ഒക്കെ വേഗതയും നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇന്ന് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വാട്ട് ഡു യു മീൻ ബൈ സ്പീഡ്? Speed of a body is the distance covered by the body in unit time. ഒരു സെക്കൻഡിൽ ഒരു വസ്തു സഞ്ചരിച്ച ആകെ ദൂരത്തെയാണ് അതിൻ്റെ വേഗത എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലി ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. സ്പീഡ് ഈക്വൽ ടു distance covered divided by time taken, or V equal to distance covered by time taken T. S എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാത്ത് ലെങ്ത് ആണ്, T ടോട്ടൽ ടൈമാണ്. അപ്പോൾ നമുക്ക് V equal S by T എന്ന് എഴുതാം. ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡയമെൻഷൻ ഫോർമുല m0 L T raised to -1. Okay. When we are considering the speed of different bodies around us, we can classify it as uniform speed and variable speed. നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളുടെ വേഗത പരിഗണിക്കുകയാണെങ്കിൽ നമുക്കിതിനെ സമാന വേഗത, അസമാന വേഗത എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. വാട്ട് ഡു യു മീൻ ബൈ യൂണിഫോം സ്പീഡ്? എന്താണ് യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ സമാന വേഗത എന്താണ്? ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, വി ക്യാൻ സേ ദാറ്റ് ദ ബോഡി ഹാസ് യൂണിഫോം സ്പീഡ്. ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗത സമാന വേഗതയാണെന്ന് നമുക്ക് പറയാം. ഉദാഹരണത്തിന് സെക്കൻഡ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്, മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്, എക്സെട്ര. യൂണിഫോം സ്പീഡ്. എന്നാൽ മറ്റ് ചില വസ്തുക്കളുടെ വേഗത പരിഗണിച്ച് നോക്ക്. ഉദാഹരണത്തിന് നമ്മുടെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ വേഗത. ഫ്ലൈയിങ് ബേർഡ്, റണ്ണിങ് ബോയ്, ഈ എക്സാമ്പിളൊക്കെ നോക്ക്. അത് തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം തന്നെ സഞ്ചരിക്കണമെന്നില്ല. നമുക്കറിയാലോ, വാഹനങ്ങൾ അത് കയറ്റത്തിലാവുമ്പോൾ, ഇറക്കത്തിലാവുമ്പം, കർവ്ഡ് പാത്തിലൂടെ ആകുമ്പോൾ അതിൻ്റെ വേഗതയ്ക്ക് വ്യത്യാസം വരും. അപ്പോൾ അത് തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കണമെന്നില്ല. ഈ വേഗതയാണ് വേരിയബിൾ സ്പീഡ് അല്ലെങ്കിൽ നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. Then what do you mean by non-uniform speed? Non-uniform speed. If a body covers unequal distances in equal interval of time or equal distances in unequal interval of time, ഒരു വസ്തു തുല്യ സമയം വ്യത്യസ്ത ദൂരങ്ങൾ സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ വ്യത്യസ്ത സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുകയോ ചെയ്താൽ ആ വസ്തുവിൻ്റെ വേഗത അസമാന വേഗതയിലാണെന്ന് പറയാം, അല്ലെങ്കിൽ നോൺ യൂണിഫോം സ്പീഡിലാണെന്ന് പറയാം. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞു വാഹനങ്ങളുടെ വേഗത, ഫ്ലൈയിങ് ബേർഡിൻ്റെ സ്പീഡ്, റണ്ണിങ് ബോയുടെ സ്പീഡൊക്കെ എന്താണ്? നോൺ യൂണിഫോം സ്പീഡിന് എക്സാമ്പിൾസാണ്. ഇനി നോൺ യൂണിഫോം സ്പീഡിലൊരു വസ്തുവിൻ്റെ മോഷൻ നമുക്ക് പരിഗണിക്കാം. ഉദാഹരണത്തിന് നിങ്ങളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ 8 മണിക്കാണ് യാത്ര തുടങ്ങിയത്, 12 മണിക്ക് യാത്ര അവസാനിക്കുന്നു. ഇവിടെ നിങ്ങൾ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു,
9 മണിക്ക് ഇവിടെ എത്തി 10 മണി 11 12 നിങ്ങളുടെ യാത്ര അവസാനിക്കുന്നു. 8 മണിക്കും 12 മണിക്കും ഇടയിലുള്ള നിങ്ങളുടെ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗത കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? 8 മണി മുതൽ 12 മണി വരെ ട്രാവൽ ചെയ്ത ആകെ ദൂരത്തെ നിങ്ങൾ 4 മണിക്കൂർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. 9 മണിക്കും 11 മണിക്കിടയിലുള്ള ആവറേജ് സ്പീഡ് കാണാൻ പറഞ്ഞാലോ? 9 മണി മുതൽ 11 മണി വരെ ട്രാവൽ ചെയ്ത ആകെ ദൂരത്തെ പാത്ത് ലെങ്ത്തിനെ 2 മണിക്കൂർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. 9:30 10:30 ഇടയിലുള്ള ആവറേജ് സ്പീഡ് കാണാൻ പറഞ്ഞാൽ 9:30 മുതൽ 10:30 വരെ ട്രാവൽ ചെയ്ത ദൂരത്തെ 1 മണിക്കൂർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആവറേജ് സ്പീഡ് എന്താണ്? ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ടോട്ടൽ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ഇനി ഈ കേസിൽ 10 മണിയുടെ ആ വാഹനത്തിൻ്റെ സ്പീഡ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്പീഡ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, 10 o'clock സ്പീഡ്. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. സ്പീഡ് ഓഫ് എ ബോഡി അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. 10 മണിയുടെ ബോഡിയുടെ സ്പീഡ് എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥമില്ല. കാരണം ഷാർപ്പ് 10 o'clock ആ ബോഡി ഒരു പ്രത്യേക പൊസിഷനിലായിരിക്കും. അപ്പോൾ 10 മണിയുടെ സ്പീഡ് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു ടൈം ഇൻ്റർവെൽ ട്രാവൽ ചെയ്യണം, എന്നിട്ട് ആ ഡിസ്റ്റൻസിനെ ടൈം ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? ഈ 10 മണിയുടെ അല്പം മുമ്പ് തുടങ്ങി അല്പശേഷം അവസാനിക്കുന്ന ചെറിയൊരു ടൈം ഇൻ്റർവെൽ, ആ ടൈം ഇൻ്റർവെൽ കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരത്തെ ആ ചെറിയ ടൈം ഇൻ്റർവെൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിനെ നമുക്ക് 10 മണിയുടെ സ്പീഡായിട്ട് അസ്യൂം ചെയ്യാം. നമുക്ക് എങ്ങനെ എഴുതാതെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്? ഒരു കണ്ടീഷൻ കൊടുക്കുക. ലിമിറ്റ് Δt ടെൻസ് ടു 0. ആ ടൈം ഇൻ്റർവെൽ Δt വെരി വെരി സ്മോൾ ആയിരിക്കണം. ടൈം ഇൻ്റർവെൽ നിയർ ടു 0 ആയിരിക്കണം. 10 മണിക്ക് തൊട്ട് മുമ്പ് തുടങ്ങി 10 മണിക്ക് ശേഷം അവസാനം സ്മോൾ ടൈം ഇൻ്റർവെൽ, ആ ടൈം ഇൻ്റർവെൽ കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരത്തെ Δs/Δt, ഇതാണ് ds/dt എന്ന് എഴുതാം. അപ്പം വെരി വെരി സ്മോൾ ടൈം ഇൻ്റർവെൽ ആ ബോഡി ട്രാവൽ ചെയ്ത ദൂരത്തെ ആ ടൈം ഇൻ്റർവെൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിന് നമുക്ക് 10 മണിയുടെ സ്പീഡായിട്ട് അസ്യൂം ചെയ്യാം. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. സ്പീഡ് ഓഫ് എ ബോഡി അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യൽ ഇങ്ങനെയാണ്. ലിമിറ്റ് Δt ടെൻസ് ടു 0, Δs/Δt ഈക്വൽ ടു ds/dt. ഇനി വാഹനങ്ങളിൽ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് കാണാനൊരു ഡിവൈസ് ഉണ്ട്. എല്ലാ വാഹനങ്ങളിലും സ്പീഡോമീറ്റർ ഉണ്ട്. സ്പീഡോമീറ്ററാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് കാണാൻ ഉപയോഗിക്കുന്ന ഡിവൈസ്. ഇനി ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ ആവറേജ് സ്പീഡ് കണക്കാക്കുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ, എ ബോഡി കവറിങ് ഡിഫറെൻറ്റ് ഡിസ്റ്റൻസസ് വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ്. ഫസ്റ്റ് സിറ്റുവേഷൻ, എ ബോഡി കവറിങ് ഡിഫറെൻറ്റ് ഡിസ്റ്റൻസസ് വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ്. ഇപ്പോൾ S1 ഡിസ്റ്റൻസ് V1 സ്പീഡിൽ, S2 ഡിസ്റ്റൻസ് V2 സ്പീഡിൽ, എക്സെട്ര Sn ഡിസ്റ്റൻസ് Vn സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു. ആവറേജ് സ്പീഡ് എന്തായിരിക്കും? നമുക്കറിയാം ആവറേജ് സ്പീഡ് V ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എക്സെട്ര പ്ലസ് Sn ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ T1 പ്ലസ് T2 പ്ലസ് എക്സെട്ര പ്ലസ് Tn. ഓക്കെ, പക്ഷേ ഇവിടെ ടൈം തന്നിട്ടില്ല. സോ നമുക്കറിയാം V ഈക്വൽ ടു
വി ഈക്വൽ ടു എസ് ബൈ ടി ആണ് നമുക്കറിയാം. അപ്പോൾ ടി എന്തായിരിക്കും? ടി ഈക്വൽ ടു എസ് ബൈ വി ആയിരിക്കും. അപ്പോൾ നമുക്ക് T1 കാണാമല്ലോ. T1 എന്തായിരിക്കും? S1 ബൈ V1, T2 S2 ബൈ V2 എക്സെട്ര എക്സെട്ര. അപ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് എങ്ങനെ കാണാം? വി ആവറേജ് ഈക്വൽ ടു S1 പ്ലസ് S2 പ്ലസ് എക്സെട്ര എക്സെട്ര പ്ലസ് Sn ഡിവൈഡഡ് ബൈ S1 ബൈ V1 പ്ലസ് S2 ബൈ V2 പ്ലസ് എക്സെട്ര പ്ലസ് Sn ബൈ Vn. ഇതാണ് ആവറേജ് സ്പീഡ് കാണാനുള്ള ഫോർമുല. ഓക്കെ. ഒരു ബോഡി ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് ഡിഫറെൻറ്റ് സ്പീഡ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആവറേജ് സ്പീഡ് കാണാനുള്ള ജനറൽ ഫോർമുലയാണ് വി ആവറേജ് ഈക്വൽ ടു S1 പ്ലസ് S2 പ്ലസ് എക്സെട്ര 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 പ്ലസ് Sn ഡിവൈഡഡ് ബൈ S1 ബൈ V1 പ്ലസ് S2 ബൈ V2 പ്ലസ് എക്സെട്ര എക്സെട്ര പ്ലസ് Sn ബൈ Vn. ഇനി ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്യാം. സ്പെഷ്യൽ കേസാണ്. എന്താണ്? ഇഫ് S1 ഈക്വൽ ടു S2 ഈക്വൽ ടു S. ഇഫ് S1 ഈക്വൽ ടു S2 ഈക്വൽ ടു S. ആകെ രണ്ട് ദൂരങ്ങളാണ് ട്രാവൽ ചെയ്യുന്നത്, അത് ഈക്വലാണ്. അതായത് ഒരു ബോഡി പകുതി ദൂരം V1 വേഗതയിലും ബാക്കി പകുതി ദൂരം V2 വേഗതയിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെ എന്തായിരിക്കും? നമുക്ക് എഴുതാം വി ആവറേജ് സ്പീഡ് എന്തായിരിക്കും? എസ് പ്ലസ് എസ് ഡിവൈഡ് ബൈ എസ് ബൈ V1 പ്ലസ് എസ് ബൈ V2 എന്ത് കിട്ടും? ഈക്വൽ ടു 2S ഡിവൈഡ് ബൈ എസ് ഇൻറ്റു 1 ബൈ V1 പ്ലസ് 1 ബൈ V2 എന്ന് എഴുതാം. എസും എസും ക്യാൻസൽ ചെയ്ത് പോയി. എന്ത് കിട്ടി? വി ആവറേജ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 1 ബൈ V1 പ്ലസ് 1 ബൈ V2 ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2 ഡിവൈഡഡ് ബൈ V1 V2. എന്തെഴുതാം നമുക്ക്? വി ആവറേജ് ഈക്വൽ ടു 2 V1 V2 ഡിവൈഡ് ബൈ V1 പ്ലസ് V2 എന്ന് എഴുതാം. ഒരു വസ്തു പകുതി ദൂരം V1 വേഗതയിലും ബാക്കി പകുതി ദൂരം V2 വേഗതയിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആവറേജ് സ്പീഡ് കാണാൻ ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. വി ആവറേജ് ഈക്വൽ ടു 2 V1 V2 ഡിവൈഡ് ബൈ V1 പ്ലസ് V2. ഇനി ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാണ്. എ കാർ കവേഴ്സ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് 40 km/h and the next half with a speed of 60 km/h. Find the average speed of the car. ഓക്കെ നമുക്ക് എഴുതാം. ആദ്യം ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് V1 ഈക്വൽ ടു 40 km/h. V2 ഈക്വൽ ടു 60 km/h. ഫൈൻഡ് ദ ആവറേജ് സ്പീഡ്. പകുതി ദൂരം 40 km/h വേഗതയിലും ബാക്കി പകുതി ദൂരം 60 km/h വേഗതയിലാണ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്താണ്? ഈ ഫോർമുല ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുക. നമുക്ക് എന്ത് കിട്ടും? വി ആവറേജ് ഈക്വൽ ടു 2 ഇൻറ്റു 40 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 40 പ്ലസ് 60 ഈക്വൽ ടു 48 km/h. ഓക്കെ ഈ ടൈപ്പ് പ്രോബ്ലംസ് സാധാരണ ചോദിക്കാറുണ്ട്. ആവറേജ് സ്പീഡ് കാണാനുള്ള അടുത്ത സിറ്റുവേഷൻ എന്താണ്? എ ബോഡി മൂവിങ് വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ് ഇൻ ഡിഫറെൻറ്റ് ടൈം. അടുത്ത സിറ്റുവേഷനാണ് എ ബോഡി മൂവിങ് വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ് ഇൻ ഡിഫറെൻറ്റ് ടൈം. അതായത് T1 ടൈം V1 സ്പീഡിൽ, T2 ടൈം V2 സ്പീഡിൽ എക്സെട്ര എക്സെട്ര. അപ്പോൾ ആവറേജ് സ്പീഡ് കാണാൻ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടോട്ടൽ ടൈമാണ്. ഇവിടെ ഡിസ്റ്റൻസ് വന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഡിസ്റ്റൻസ് കാണാമല്ലോ.
വി ഈക്വൽ എസ് ബൈ ടി അല്ലേ, അപ്പോൾ എസ് ഈക്വൽ ടു വി ഇൻറ്റു ടി. ഓക്കെ, അപ്പം S1 ഈക്വൽ ടു V1 T1, S2 ഈക്വൽ ടു V2 T2, എക്സെട്ര എക്സെട്ര. അപ്പോൾ ആവറേജ് സ്പീഡ് എന്തായിരിക്കും? ആവറേജ് സ്പീഡ് വി ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് V1 T1 പ്ലസ് V2 T2 പ്ലസ് എക്സെട്ര എക്സെട്ര പ്ലസ് Vn Tn ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2 പ്ലസ് എക്സെട്ര എക്സെട്ര പ്ലസ് Tn. ഇതാണ് ഡിഫറൻസ് ടൈമിൽ ഡിഫറൻറ്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ബോഡിയുടെ ആവറേജ് സ്പീഡ് കാണാനുള്ള ജനറൽ ഇക്വേഷൻ. ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ കേസ് പരിഗണിക്കാം. if T1 ഈക്വൽ ടു T2 ഈക്വൽ ടു T, അങ്ങനെയാണെങ്കിൽ, അതായത് രണ്ട് ടൈം ഇൻ്റർവലാണ്, അത് ഈക്വലാണ്. T1 ഈക്വൽ ടു T2 ഈക്വൽ ടു T, അഥവാ പകുതി സമയം V1 വേഗതയിലും ബാക്കി പകുതി സമയം V2 വേഗതയിലാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്തായിരിക്കും? അങ്ങനെ നമുക്ക് എഴുതാം. ഈ കേസിൽ വി ആവറേജ് ഈക്വൽ ടു V1T പ്ലസ് V2T ഡിവൈഡഡ് ബൈ T പ്ലസ് T എന്ന് എഴുതാം, ഈക്വൽ ടു V1 പ്ലസ് V2 ഇൻറ്റു T ഡിവൈഡഡ് ബൈ 2T എന്ന് കിട്ടും. ടിയും ടിയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? വി ആവറേജ് ഈക്വൽ ടു V1 പ്ലസ് V2 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ പകുതി സമയം V1 വേഗതയിലും ബാക്കി പകുതി സമയം V2 വേഗതയിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആവറേജ് സ്പീഡ് കാണാൻ വി ആവറേജ് ഈക്വൽ ടു V1 പ്ലസ് V2 ബൈ 2. ഓക്കെ, ഡയറക്റ്റായിട്ട് ആവറേജ് കണ്ടാൽ മതി. അപ്പം ഈ സ്പെഷ്യൽ കേസിന് ഈ ഫോർമുല ഉപയോഗിക്കാം. ഇവിടെ നമുക്കൊരു പ്രോബ്ലം പരിഗണിക്കാം. പ്രോബ്ലം ഇതാണ്: എ കാർ ട്രാവൽസ് ഫോർ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ടൈം വിത്ത് എ സ്പീഡ് ഓഫ് 40 km/h ആൻഡ് ദ നെക്സ്റ്റ് ഹാഫ് വിത്ത് എ സ്പീഡ് ഓഫ് 60 km/h. ഫൈൻഡ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ. ഓക്കെ, വ്യത്യാസമുണ്ട്. ഇവിടെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ പകുതി ദൂരം 40 km/h വേഗതയിലും ബാക്കി പകുതി ദൂരം 60 km/h വേഗതയിലും ട്രാവൽ ചെയ്തപ്പോൾ ആവറേജ് സ്പീഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു, 48 km/h. ഇപ്പോൾ ചോദിച്ച ചോദ്യം അതല്ല. പകുതി സമയം 40 km/h വേഗതയിലും ബാക്കി പകുതി സമയം 60 km/h വേഗതയിലും ട്രാവൽ ചെയ്ത ആവറേജ് സ്പീഡ് എന്തായിരിക്കും? എങ്ങനെ ആവറേജ് സ്പീഡ് കാണാം? ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. നോക്ക് എന്തായിരിക്കും ആൻസർ. വി ആവറേജ് ഈക്വൽ ടു 40 പ്ലസ് 60 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 100/2 ഈക്വൽ ടു 50 km/h. വി ആവറേജ്. ഓക്കെ, പ്രോബ്ലത്തിൽ വ്യത്യാസം നോക്ക്. പകുതി ദൂരം 40 km/h വേഗതയിലും ബാക്കി പകുതി ദൂരം 60 km/h വേഗതയിലും സഞ്ചരിച്ചാൽ ആവറേജ് സ്പീഡ് 48 km/h ആണ്. എന്നാൽ പകുതി സമയം 40 km/h വേഗതയിലും ബാക്കി പകുതി സമയം 60 km/h വേഗതയിലും ട്രാവൽ ചെയ്താൽ ആവറേജ് സ്പീഡ് 50 km/h ആണ്. അപ്പോൾ ഈ പ്രോബ്ലം ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് രണ്ട് കേസുകളാണ്. ഈ ടൈപ്പ് പ്രോബ്ലംസ് സ്ഥിരമായി ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്പീഡ് എന്താണെന്ന് മനസ്സിലാക്കി. സ്പീഡിൻ്റെ യൂണിറ്റ്, ഡയമെൻഷൻ ഫോർമുല, യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം സ്പീഡ്, ആവറേജ് സ്പീഡ്, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്, അതുപോലെ ഡിഫറെൻറ്റ് സിറ്റുവേഷനിലെ സ്പീഡ് കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു.
ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സാമിന് പ്രോബ്ലം സാധാരണ വരാറുണ്ട്. ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വെലോസിറ്റിയാണ് ചർച്ച ചെയ്യാനുള്ളത്. വെലോസിറ്റി വിശദമായി അടുത്ത ക്ലാസ് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ബൈ.